നമ്മളെ കേബേജിന്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഇന്ന് കൊടുക്കാനുള്ള കുറച്ച് കേബേജ് പറിക്കാനായിട്ട് വന്നതാണ്. 1000 ചോട് കേബേജ് ആട്ടോ നമ്മൾ നട്ടത്. അതിലിപ്പോൾ പകുതിയിൽ കൂടുതൽ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ്. ഈ ഭാഗത്തൊക്കെ കുറച്ച് കൂടുതലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ചീച്ചിൽ വന്നിട്ട് കുറേ കേബേജൊക്കെ കേടായി പോയിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള ചീച്ചി, ഇത് മൊത്തമായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്ന് കാണാം. അത് ആ ഭാഗത്തൊക്കെ കുറേ കേബേജ് ഉണ്ട്. നമുക്കിനി ആയത് നോക്കിയിട്ട് നല്ല എല്ലാം ആയിട്ടുണ്ട്. ലാസ്റ്റ് വെച്ച് കുറച്ച് ചെറുതൊക്കെ ആവാനുണ്ടായിരുന്നു, അതും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതാ ഓരോന്നോരോന്ന് ഇതുപോലെ പറിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളതൊക്കെ ഒരു മീഡിയം കേബേജ് ആട്ടോ. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ല, വലിയ വലുപ്പമില്ല. എന്നാലും 2 കിലോയ്ക്ക് അടുത്തുള്ള കേബേജ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് വലുപ്പമുള്ള കേബേജ്. ഈ ഭാഗത്തൊക്കെ ചീര ഉണ്ട് കേട്ടോ, ചീരയും കളയൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ കേബേജ് ഉണ്ട് കേട്ടോ. ഈ കളകളുടെ ഉള്ളിൽ വരുന്നതാണ് വേഗം ചീച്ചിൽ വരുന്നത്. അവിടെ ഉള്ളതൊക്കെ നോക്കി തിരഞ്ഞ് വേഗം പറിക്കണം. ശരിക്കും ഈ ചീച്ചിൽ രോഗം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടെ കേബേജ് വെക്കാൻ കഴിയും. 2 മാസത്തിനടുത്ത് വരെയൊക്കെ നമുക്ക് കേബേജ് വെക്കാം. പക്ഷെ എന്താ ചെയ്യുക, വെക്കുന്നതിനൊക്കെ പെട്ടെന്ന് തന്നെ ഈ രോഗം വരുന്നുണ്ട്. ഇപ്പൊ തണുപ്പൊന്ന് മാറിയിട്ടുണ്ട്. മഴക്കാറുള്ളതുകൊണ്ട് തണുപ്പ് കുറവാണ്. പക്ഷെ തണുപ്പ് ഇടയ്ക്ക് ഉള്ളതുകൊണ്ടാട്ടോ നമുക്ക് ഇത്രയെങ്കിലും കേബേജ് നിന്ന് കിട്ടുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ കേബേജിന് കുറച്ച് വില കുറവാണ്. പക്ഷെ നമുക്ക് നല്ല വില കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളത് ഓർഗാനിക് ആയതുകൊണ്ടും മറ്റ് പച്ചക്കറികൾ വാങ്ങിക്കുന്ന കൂട്ടത്തിലൊക്കെ എല്ലാവരും കേബേജും വാങ്ങിച്ചു പോകുന്നുണ്ട്. കേബേജിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഓർഗാനിക്കായി ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ കൂടുതൽ കർഷകരൊക്കെ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ മരുന്ന് അടിക്കുന്ന കേബേജും കോളിഫ്ലവറിലൊക്കെയാണ്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ചൈനീസ് കേബേജിനും കോളിഫ്ലവറിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പം ഇനി കേബേജ് വേഗം ക്ലീൻ ചെയ്യാം കേട്ടോ. കൊടുക്കാനുള്ളത് ഏകദേശം നമ്മൾ പറിച്ച് കൂട്ടിയിട്ടുണ്ട്. ക്ലീൻ ചെയ്യുമ്പോൾ അറിയാം ചില കേബേജൊക്കെ നമ്മൾ ഇതുപോലെ ഒഴിവാക്കേണ്ടി വരും കേട്ടോ. പുറമെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ ഉള്ളിതാ ഇതുപോലെ കേടുണ്ട്. അപ്പം ഇത് മാറ്റി വെക്കാം, അടുത്തെടുത്ത് നോക്കാം. ഇതുപോലെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഉപ്പേരി വെക്കുന്നതിലും ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളെ കേബേജ് പോകുന്നത് സാലഡ് ഉണ്ടാക്കാനാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ ഓർഡർ നമുക്ക് മുഴുവൻ സാലഡ് ഉണ്ടാക്കാനാണ്. ഇനി കുറച്ച് ദിവസം കൂടെ നമ്മൾ ഫാമിലി കേബേജ് ഉണ്ടാവും. 2 ആഴ്ചയൊക്കെ എന്തായാലും കേബേജ് ഇനിയും വിളവെടുക്കാനുണ്ട്. എല്ലാവരും വന്നോളി. ഇതായിട്ട് സാലഡ് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. ഒന്ന് ട്രൈ ചെയ്തെന്ന് കൂടെ നോക്കാൻ കൊണ്ടുപോയിട്ട്.